ഹലോ ഗൈസ്, നയൻതിൽ ഈ ക്വസ്റ്റ്യൻ നോക്കാവേ. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഫിക്സഡ് ഒറിജിനിൽ നിന്ന് ഒരു ഫിക്സഡ് ഡെസ്റ്റിനേഷനിലോട്ട് ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ ഡ്രൈവേഴ്സ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എക്സാമ്പിൾ എന്താ, ഒരു മണിക്കൂറിൽ ഒരു വേറൊരു സ്ഥലം, ഇവിടെ നിന്ന് ഒരു വേറെ സ്ഥലം വരെ കുറച്ച് ഡ്രൈവേഴ്സ് പോകുന്നുണ്ടെന്ന് വെച്ചോ. അത് എത്രയാണെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇവിടെ ഒരു മീൻ വാല്യൂ 20 എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു 20 ഡ്രൈവേഴ്സാണ് അങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നതെന്ന്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു അറ്റ്മോസ്റ്റ് 3 പേരെങ്കിലും അങ്ങനെ പോകുന്നതിൻ്റെ പ്രോബബിലിറ്റിയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇതിൽ ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ, മീൻ 20 നമുക്ക് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 20 ഡ്രൈവേഴ്സ് ആണെന്ന് ഉള്ളത് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കണം എന്താണെന്ന് വെച്ചാൽ, 3 ഡ്രൈവറെങ്കിലും അങ്ങനെ പാസ് ചെയ്ത് പോകണം അല്ലേ. അതിനുവേണ്ടി നമ്മൾ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നും പറഞ്ഞെടുത്തു. കാര്യം 3 കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു 0, ഇവിടെ എല്ലായിടും 3 വരുന്നത്, 3 നമ്പറല്ലേ എടുത്തേക്കുന്നത്, 3 വരെ ഇങ്ങനെ എഴുതണം. എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1, അടുത്തതിൽ 2 എഴുതും, പ്ലസ് കൊടുത്തിട്ട് അടുത്തതിൽ 3 എഴുതും. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഇക്വേഷനിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഏതാ 0 അല്ലേ. അപ്പോൾ ഇവിടെ എന്താ, ഇ റേസ് ടു മൈനസ് ന്യൂ എന്ന് വെച്ചാൽ 20 മൈനസ് 20 റേസ് ടു എക്സ് എന്തുവാ ഇവിടെ 0. താഴെ എക്സ് ഫാക്ടോറിയൽ, ഇവിടെയും എന്താ 0. അതാണെങ്കിൽ ഇവിടെ 1 വരും. അപ്പോൾ ഇവിടെ മുകളിൽ എക്സ് വരുന്നിടത്ത് 1, ഇവിടെയും 1, 2 2 3 3, ഇവിടെ എന്താ ന്യൂ ആണ് ഇവിടെ എല്ലായിടത്തും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ ആൻസർ 3.2037 കിട്ടും. അടുത്തത് 9th ബി ക്വസ്റ്റ്യൻ നോക്കാവേ. അതിലെന്താന്ന് വെച്ചാൽ, പ്രോബബിലിറ്റി PDF തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു സി ഓഫ് 2x + 3y എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എക്സ് വാല്യൂസ് ആയ 0 1 2ഉം വൈ വാല്യൂസ് ആയ 1 2 3യും തന്നിട്ടുണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. 3 കണ്ടുപിടിക്കണം. ദ വാല്യൂ ഓഫ് സി കണ്ടുപിടിക്കണം, ദ മാർജിനൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കണം, ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് + വൈ കണ്ടുപിടിക്കണം. ആദ്യം വാല്യൂ ഓഫ് സി കണ്ടുപിടിക്കാം. വാല്യൂ ഓഫ് സി കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതണം. ഇതെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ഇതിൽ വേണ്ടതെന്ന് വെച്ചാൽ, ഈ സി ഓഫ് 2x + y എന്ന് പറഞ്ഞ ഫംഗ്ഷനില്ലേ, ആ സാധനമാണ് വേണ്ട. അത് വെച്ചാണ് ഇത് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇപ്പോൾ എക്സ് വാല്യൂയും വൈ വാല്യൂയും തന്നിട്ടുണ്ട്. ആദ്യം എക്സ് വാല്യൂ ആയ 0 1 2നെ താണ്ട് ഇത് താഴോട്ട് എഴുതുക. വൈ വാല്യൂ ആയതിന് 1 2 3നെ ഇങ്ങനെ എടുത്ത് എഴുതുക. എന്നിട്ട് സി ഓഫ് 2x + 3yനെ ഓരോരുത്തരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഇവിടെ എക്സ് വാല്യൂ ചെയ്താൽ 0 അല്ലേ. അപ്പോൾ 2 × 0 0 പ്ലസ് 3 × 1 3 3, പിന്നെ സി ഉണ്ട് ഇൻറ്റു വേണം. അങ്ങനെ ചെയ്യണം. ഇതെങ്ങനെ ചെയ്യുന്നത്, എന്താ 2 × 0 0 പ്ലസ് 3 × 2 6, അങ്ങനെ 6 × c 6c, അങ്ങനെ ചെയ്യണം. ഇതും അതേ ടൈപ്പിന് ഇതും വെച്ച് ചെയ്യണം. പിന്നെ 2ഉം ഇതാണെങ്കിൽ 2ഉം 2ഉം വെച്ച് ചെയ്യണം. എക്സിനും വൈക്കും വരാൻ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൽ ഈ ഒരു കാര്യത്തിൽ. പിന്നെന്താണെന്ന് വെച്ചാൽ, സമ്മേഷൻ ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1, ഇതാണ് സാധനം. ഇതിലിപ്പോൾ ഈ സമ്മേഷൻ ഓഫ് പി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സിക്ക് ഫ്രണ്ടിലുള്ള വാല്യൂസൊക്കെ ഇല്ലേ, അതെല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 72 കിട്ടും. 72 സി കിട്ടും. ഈക്വൽ ടു 1, സി കണ്ടുപിടിക്കാൻ വേണ്ടി 72 താഴെ പോവും. അപ്പോൾ 1/72 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പാർട്ട് ഇത്രയേ ഉള്ളേ. ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ സമ്മേഷൻ ഓഫ് വൈ ഇല്ലേ, ഇവിടെ ഈ ബോക്സിലായിട്ട് പി എക്സ് ഓഫ് എക്സ് എന്നും പറഞ്ഞ് എഴുതണം. പിന്നെ എക്സിൻ്റെ അവിടെ പി വൈ ഓഫ് വൈ എന്ന് എഴുതണം. ഇതിലെന്താ വ്യത്യാസം വന്നേക്കുന്നത് വെച്ചാൽ, ഈ സെയിം സാധനം തന്നെ, പക്ഷേ ഇതിൽ നമുക്ക് സിയുടെ വാല്യൂ അറിയത്തില്ലായിരുന്നല്ലോ. ഇവിടെ നമ്മൾ സി കണ്ടുപിടിച്ച് 1/72. ഇവിടെ എല്ലായിടത്തും അത് ആ സീൻ്റെ വാല്യൂ കൊടുക്കണം. അത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ നമ്പേഴ്സ് ÷ 72 എന്ന് കിട്ടും. അപ്പോൾ എല്ലാ സാധനവും എഴുതി. ഇനി നമ്മളിപ്പോൾ ഇവിടെ പി എക്സ് ഓഫ് എക്സ് എന്ന് എഴുതിയില്ലേ, അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് ഇത്രേൻ്റെയും ടോട്ടൽ എഴുതണം. പി എക്സ് ഓഫ് ഇതിപ്പോൾ 0 അല്ലേ, പി എക്സ് ഓഫ് 0 ഈക്വൽ ടു 3 + 6 + 9, ഇത് ഇത്രയും കൂടെ പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് 18/72 കിട്ടും. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ പി എക്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പി എക്സ് ഓഫ് 1 അല്ലേ ഈക്വൽ ടു ഇത് ഇത്രയും ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 24/72 എന്ന് കിട്ടും. ഇതും അങ്ങനെയാണ് ചെയ്യണം. ഇനിയിപ്പോൾ ഇവിടെ നേരത്തെ എന്താ പി വൈ ഓഫ് വൈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇത് ഇത്രയുണ്ട്. ഇത് 3 ടോട്ടൽ എടുക്കുമ്പോൾ ഇത് കിട്ടും. ഇത് 3 ടോട്ടൽ എടുക്കുമ്പോൾ ഇത് കിട്ടും. ഇത് 3 ടോട്ടൽ എടുക്കുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ ഇതെടുത്താലും 72/72 തന്നെ കിട്ടുന്നത്. 1 ഇവിടെ ആൻസർ വരുന്നത്. ഇതിലെ മൂന്നാമത്തെ പാർട്ട് നോക്കാവേ.
അതിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് പ്ലസ് വൈ. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ പി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കെ എന്നും പറഞ്ഞെടുക്കണം. ഇതിപ്പോൾ എക്സ് പ്ലസ് വൈ കെ ആവുന്ന എങ്ങനെയായിരിക്കും? ഫോർ എക്സാമ്പിൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നും പറഞ്ഞെടുക്കുകയാണെങ്കിൽ എക്സ് 0 ആയിരിക്കണം, വൈ 1 ആയിരിക്കണം. എന്നാലല്ലേ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നും പറഞ്ഞെടുക്കാൻ പറ്റൂ. അതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സമ്മ് 1 to 5 വരെ എന്നുള്ള ഒരു ടേബിൾ എടുക്കുകയെന്ന് വെച്ചോ. അപ്പോൾ ആദ്യം പി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നും പറഞ്ഞെടുക്കണം. അപ്പോൾ എന്തുവാ, പി ഓഫ് എക്സിൻ്റെ അവിടെ 0 ആയിരിക്കണം, വൈൻ്റെ അവിടെ 1 ആയിരിക്കണം. എന്നാലേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ എത്രയായിരിക്കും? 3/72 ആയിരിക്കും. ഇവിടെ ഈ 3/72 എങ്ങനെ വന്നെന്ന് അറിയണ്ടേ? ഇവിടുത്തെ പി ഓഫ് എക്സ് വാല്യൂ എന്തുവാ? 0യും വൈ വാല്യൂ 1ഉം അല്ലേ? നേരത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ? എന്ന് വെച്ചാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്. അതിൽ എക്സ് 0 വൈ 1 വരുമ്പോൾ 3/72 അല്ലേ വരുന്നത്? ഇതാണ് അവിടെ എടുത്ത് എഴുതിയേക്കുന്നത്. അടുത്തതിലിതാ 1 1ഉം 0 2ഉം ആണ്. 1 1 5/72ഉം 0 2 എന്ന് പറയുന്നത് 6/72 ആണ്. കണ്ടോ? 5/72 പ്ലസ് 6/72, അതിൻ്റെ ടോട്ടൽ 11/72. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന്, ഈ 1 1 എങ്ങനെ കിട്ടിയേ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 അല്ലേ? ഇവിടെ 2 കിട്ടണമെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെ വാല്യൂ എന്താ? ഒന്നീ 1 + 1 2 ആവാം, അല്ലെങ്കിൽ 0 + 2 2 ആവാം. ഓക്കെ, അത് കണക്കാണ് ഇത് ബാക്കി ചെയ്തു പോകുന്നത്. അത്രേ ഉള്ളൂ. 10th എ പാർട്ട് നോക്കാവേ. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് കോഡ് യൂസ് ചെയ്ത് കുറച്ച് ബിൽഡിങ്സ് ഉണ്ടാക്കുന്നതാണ് ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കോഡുകളുണ്ട്. അത് യൂസ് ചെയ്ത് ഇവർ ബിൽഡിംഗ് ഉണ്ടാക്കണം. ഇവിടെ എന്താ 18 ബിൽഡിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 12 കറക്റ്റ് ബിൽഡിംഗ് കോഡൊക്കെ യൂസ് ചെയ്ത് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു വയലേഷൻസും ഇല്ല. പക്ഷേ ഉണ്ടാക്കിയിരിക്കുന്നതിൽ 6 വയലേറ്റ് ചെയ്തിട്ടാണ്, കറക്റ്റ് ബിൽഡിംഗ് കോഡ് യൂസ് ചെയ്തിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു ഇൻസ്പെക്ടർ വന്നിട്ട് 4 ബിൽഡിങ് ചൂസ് ചെയ്യണം. ഇത് ഇത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നണ്ണെന്ന് വെച്ചാൽ 4 സെലക്ട് ചെയ്യാൻ പറഞ്ഞില്ല. 4 നോൺ വയലേറ്റഡ് ആയി 12 വരണം. കാര്യം എന്താണെന്ന് വെച്ചാൽ വയലേറ്റഡ് ആയിട്ട് ഒരെണ്ണവും ചൂസ് ചെയ്യാൻ പാടില്ല. അതാണ് നണ്ണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എക്സാക്ട്ലി 1 ഓഫ് ദ ന്യൂ ബിൽഡിങ്സ് ദാറ്റ് വയലേറ്റഡ് ദ ബിൽഡിംഗ് കോഡ്. 4 സെലക്ട് ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എന്താ വയലേറ്റഡ് ലിസ്റ്റിൽ വരണം. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വയലേറ്റഡ് ആയിട്ടുള്ളതിൽ വരണം. ഇത് രണ്ടുമാണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ എക്സ് എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ 4 സെലക്ട് ചെയ്തില്ലേ, അതിൽ എത്ര നമ്പർ ഓഫ് വയലേറ്റഡ് അയാൾ ചൂസ് ചെയ്തു എന്നുള്ളതാണ് എക്സ്. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ ആണ് ഇത്. ഇതിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യേണ്ട നമ്പർ 4 അല്ലേ സെലക്ട് ചെയ്യേണ്ടത്. പി എന്ന് വെച്ചാൽ എന്തുവാ? 6/18. 6 എന്തുവാ? വയലേറ്റഡ് നമ്പർ. ഇതിൻ്റെ പ്രൊബബിലിറ്റിയാണ്, വയലേറ്റഡിൻ്റെ പ്രൊബബിലിറ്റിയാണ് 6/18. ക്യൂ എന്ന് വെച്ചാൽ 1 - 1 എന്ന് വെച്ചാൽ എന്തുവാ? അത് ഇക്വേഷനാണ്. 1 - p എന്നാണ് ക്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, എന്ന് വെച്ചാൽ നോൺ വയലേറ്റഡിൻ്റെ കണ്ടുപിടിക്കുക ഇതും, വയലേറ്റഡിൻ്റെ കണ്ടുപിടിക്കുക ഇതും. ഇതിപ്പോൾ 18 ഉണ്ട്, അതിൽ 12 വയലേറ്റഡ് ആണ്, 12 വയലേറ്റഡ് അല്ല, 6 വയലേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ചെയ്താന്നേ ഉള്ളൂ. 6/18 ആണ് എന്തുവാ? വയലേറ്റഡിൻ്റെ പ്രൊബബിലിറ്റി. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളതായിരിക്കും എന്തുവാ? 12/18 ആയിരിക്കും ക്യൂ. ഇത് ഇങ്ങനെ എഴുതിയില്ലെങ്കിലും സാധാരണ നമുക്ക് മനസ്സിലാവുന്ന രീതി എഴുതിയാലും മതി. ഇതിപ്പോൾ ഇക്വേഷൻ ഉണ്ട് p - q എന്നും പറഞ്ഞ്, അങ്ങനെ എഴുതുന്നുണ്ട്. 1 - p എന്നും പറഞ്ഞു. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ ആദ്യം നണ്ണല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇവിടെ 0 എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ ഈ 4 സെലക്ട് ചെയ്തതിൽ ഒരെണ്ണം പോലും വയലേറ്റഡ് അല്ല, അത് കാണിക്കാനാണ് നമ്മൾ 0 ഇട്ടത്. നണ്ണല്ലേ കണ്ടുപിടിക്കാനുണ്ട് 0 ഇട്ട്. ഈക്വൽ ടു ഇവിടെ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ എന്തുവാ? 0 കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ എന്തുവാ? ഇവിടെ 4 ആണ്. പിന്നെന്തുവാ? എക്സിൻ്റെ അവിടെ 0 കൊടുത്തു, പീൻ്റെ അവിടെ എന്തുവാ? 6/18 കൊടുത്തു, എക്സിൻ്റെ അവിടെ 0 കൊടുത്തു, 12/18 ക്യൂവിൻ്റെ അവിടെ കൊടുത്തു, n - x എന്ന് വെച്ചാൽ 4 - 0 എന്തുവാ? 4 തന്നെ, അതും എഴുതി. ഇനിയിപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുത്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തുവാ? പി ഓഫ് 1 എങ്കിലും വയലേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്താ? നമ്മൾ x = 1. ഇപ്പോൾ 4 എടുത്താൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വയലേറ്റഡ് ആയിരിക്കണം. അതാണ് x = 1 എന്നും പറഞ്ഞ് എടുത്തത്. അപ്പോൾ ഇനി എന്തുവാ? ഇവിടെ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 1 കൊടുക്കണം, ഇവിടെയും 1 കൊടുക്കണം. പിന്നെ n ഇവിടെ എന്തുവാ? 4 അല്ലേ, ഇവിടെ 4 കൊടുത്തു, ഇവിടെ 4 - 1 എത്ര? 3 കിട്ടി. ഓക്കെ, ബാക്കി 6/18 തന്നെയാണ്, ഇവിടെ 12/18 തന്നെ. ഇത്രയേ ഉള്ളൂ. 10th ബി നോക്കാവേ. ഇതിലെന്താണെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും ഒബ്റ്റെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഇതിലിപ്പോൾ വാല്യൂസ് ആയിട്ടുള്ള -3 to 3 വരെ വാല്യൂസ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നും പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നും പി ഓഫ് എക്സ് ലെസ് ദാൻ 0 എല്ലാം ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന സാധനം ഇല്ലേ പി ഓഫ് എക്സ്, ഈ വാല്യൂസിന് എല്ലാത്തിനും പി ഓഫ് എക്സിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് പി ഓഫ് എക്സ് ഇക്വൽ ടു -3, പി ഓഫ് എക്സ് ഇക്വൽ ടു -2, പി ഓഫ് എക്സ് ഇക്വൽ ടു -1, സീറോയുടെ മാത്രം കൊടുത്തിട്ടില്ല, ബാക്കി എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സീറോതാണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യം ഇത് ഇത്രയും എഴുതിയിട്ട് ഈക്വൽ ടു കെ എന്നും പറഞ്ഞ് കൊടുക്കണം. എന്നിട്ട് ഗീവൺ എന്തുവാ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഈക്വൽ ടു പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 അതെടുത്ത് എഴുതണം. അപ്പോൾ എന്താ അറിയാം പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തുവാ സീറോനെക്കാട്ടി ഗ്രേറ്റർ ആണ്. വാല്യൂസിൽ സീറോനെക്കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ള ഏതൊക്കെയാണ് 1ഉം 2ഉം 3ഉം അല്ലേ. അപ്പോൾ പി ഓഫ് 1 പ്ലസ് പി ഓഫ് 2 പ്ലസ് പി ഓഫ് 3 എന്ന് എഴുതണം. നമ്മളിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു പി ഓഫ് 1 എന്ന് വെച്ചാൽ എന്തുവാ കെ തന്നെയാണ്, പി ഓഫ് 2 എന്ന് വെച്ചാലും കെ ആണ്, പി ഓഫ് 3 എന്ന് വെച്ചാലും കെ ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും 3k എന്നും പറഞ്ഞ് കിട്ടും. പിന്നെ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് പി എം എഫിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അതിൽ എന്തുവാ ഇവിടെ റേഞ്ച് തന്നിട്ടുള്ള എന്തുവാ -∞ to ഇൻഫിനിറ്റി. നമ്മൾ ക്വസ്റ്റ്യൻ എന്താ വാല്യൂസ് തന്നിരിക്കുന്നത് -3 to +3 വരെ എന്നല്ലേ. അപ്പോൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത് -3 to +3, പിന്നെ പി ഓഫ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിലുള്ള പി ഓഫ് -3 തൊട്ട് ഈ 0 ഇൻക്ലൂഡിങ് പി ഓഫ് 3 വരെ എടുത്ത് എഴുതണം. ഈക്വൽ ടു 1 എന്നും പറഞ്ഞ് എടുത്ത് എഴുതണം. ഓക്കെ. എന്നിട്ട് എല്ലാത്തിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് എന്തുവാ കെ എന്നും പറഞ്ഞില്ലേ എടുത്ത് എഴുതിയേക്കുന്നത്, അതിനെ നമ്മൾ എല്ലാത്തിനും കെ എന്ന് എഴുതണം. മാത്രമല്ല നമ്മളിവിടെ പി ഓഫ് 0യുടെ വാല്യൂ എന്തുവാ 3k ആണെന്നും കണ്ടുപിടിച്ചു. അപ്പോൾ ഈ പി ഓഫ് 0ൻ്റെ അവിടെ 3k കൊടുക്കും, ബാക്കി എല്ലായിടത്തും കെ എന്നും പറഞ്ഞു കൊടുക്കും ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ എത്ര കിട്ടും ടോട്ടൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 9k എന്നും പറഞ്ഞ് കിട്ടും. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ k ഈക്വൽ ടു 9 താഴെപ്പോവും 1/9 എന്നും പറഞ്ഞ് കിട്ടും. ഇനി പി എം എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിയില്ലായിരുന്നോ പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു പി ഓഫ് എക്സ്, അതിലെ പി എം എഫിൻ്റെ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതിയിട്ട് പി ഓഫ് എക്സ് എന്ന് എഴുതണം. എന്നിട്ട് ഇതൊക്കെ ഇതിലിതാ ഈ കൊടുത്തിരിക്കുന്ന പി ഓഫിൽ കിടക്കുന്ന എല്ലാ വാല്യൂസും ഇതിൻ്റെ അകത്ത് എടുത്ത് എഴുതണം. എന്നിട്ട് ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾക്ക് കെയുടെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇതിവിടെ കൊടുക്കണം 1/9, ഇവിടെയും 1/9. പക്ഷേ ഇവിടെ 0ൻ്റെ ഇവിടെ വരുമ്പോൾ 3k അല്ലേ, അപ്പോൾ 3 × 1/9 അപ്പോൾ എത്ര 3/9 എന്ന് കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ 1/3 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഇത് ഇത്രയാണ് പി എം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കേണ്ടത്. ഇനി സി ഡി എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സി ഡി എഫ് കണ്ടുപിടിക്കാനായിട്ട് സി ഡി എഫ് എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ഇവിടെ 1/9 അല്ലേ ഉള്ളൂ, അപ്പോൾ ഇവിടെ 1/9 തന്നെ എഴുതി. ഇവിടെ ഇപ്പോൾ -3 -2 ഉണ്ട്, അപ്പോൾ എന്താ 1/9 + 1/9 2/9 എന്ന് എഴുതി. അടുത്ത എന്തുവാ -1, അപ്പോൾ 3 എണ്ണം ഇല്ലേ 1/9 + 1/9 + 1/9 3/9. ഇവിടെ 3/9. അടുത്ത ആകുമ്പോഴത്തേക്കാ 4 എണ്ണം ഉണ്ട്. ഇവിടെ എത്രയായപ്പോൾ ഇവിടെ ടോട്ടൽ ഇത്രയും 3/9 + 3/9 എത്ര 6/9 കിട്ടും. അടുത്ത എന്തുവാ ഇത് ഇത്രയും കൂടെയാണ് 6/9. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ആകുമ്പോഴത്തേക്ക് 7/9. അത് കഴിഞ്ഞ് 8/9 9/9 എന്ന് പറഞ്ഞാൽ എന്താ 1 ആണ്. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് 1 എന്ന് എഴുതാം. ഇതും 6/9 വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് 2/3 എന്ന് എഴുതാം. ഇത്രയേ ഉള്ളൂ.